നിറവിലേക്ക് സ്വാഗതം. ലൗകിക ബഹുമാനങ്ങളിൽ നിന്നും പ്രാപഞ്ചിക പ്രശംസകളിൽ നിന്നും അകന്നു പോവുക. അവയൊക്കെ മായയാണ്. വിശുദ്ധ ആംബ്രോസീനയുടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിറവ് ആരംഭിക്കാം. ജോസ് ബെൻ ആലപിക്കുന്ന നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്ന ഗാനമാണ് ആദ്യം. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദി നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദി നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ. കാൽവരിക്കുന്നിലെ ത്യാഗഫലങ്ങൾ നിത്യവും ഭാഗിച്ചു തരുന്നവനേ, കാൽവരിക്കുന്നിലെ ത്യാഗഫലങ്ങൾ നിത്യവും ഭാഗിച്ചു തരുന്നവനേ, സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കി ദൈവപുത്ര, സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കി ദൈവപുത്ര, വരൂ വരൂ അവതരിക്കൂ. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ. പൂർവികർ ഈജിപ്തിൽ കണ്ട സ്വപ്നങ്ങൾ പൂവണിയിക്കുന്ന ദൈവപുത്ര, പൂർവികർ ഈജിപ്തിൽ കണ്ട സ്വപ്നങ്ങൾ പൂവണിയിക്കുന്ന ദൈവപുത്ര, രക്തവും മാംസവും ഭക്ഷണമായി തന്ന ഉത്തമനായകനേശുനാഥ, രക്തവും മാംസവും ഭക്ഷണമായി തന്ന ഉത്തമനായകനേശുനാഥ, വരൂ വരൂ അവതരിക്കൂ. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദി നിത്യം ലയിക്കുന്ന
നിമിഷങ്ങളെ മർത്യനും ദൈവവും ഈ ത്യാഗവേദി നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ. മികവിലേക്കും പൂർണ്ണതയിലേക്കുമുള്ള കുറുക്കുവഴി നമുക്ക് പറഞ്ഞു തരുന്നത് ഷിജി ടീച്ചറാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. മികവുറ്റ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നത് ക്ഷിപ്രസാധ്യമല്ല. ഓരോ നിമിഷവും ഓരോ ദിവസവും നാം ഫലപ്രദമായും കൃത്യമായ രീതിയിലും ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും നാം തയ്യാറാവുക തന്നെ വേണം. 2010, 2014 കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഹോളിവുഡ് നടിയായിരുന്നു സാൻഡ്ര ആനറ്റ് ബുള്ളോക്ക്. അവർക്ക് പലതവണ മികച്ച അഭിനയത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓസ്കാർ അവാർഡ് തന്നെ കിട്ടി 2010. ഈ ഓസ്കാർ അവാർഡ് നൽകുന്നത് ഏറ്റവും മികച്ച അഭിനയ പാടവത്തിനും അല്ലെങ്കിൽ സിനിമ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണെന്ന് നമുക്കെല്ലാം അറിയാം. ഓസ്കാർ അവാർഡുകളെല്ലാം സ്വപ്ന തുല്യമായ അംഗീകാരങ്ങളായിട്ടുമാണ് നാം കരുതുന്നത്. ഇതോടൊപ്പം തന്നെ സിനിമയിലെ ഏറ്റവും മോശമായ പ്രകടനത്തിന് നൽകുന്ന അവാർഡുമുണ്ട്, ഗോൾഡൻ റാസ്ബെറി അവാർഡ്. ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് പലപ്പോഴും ഗോൾഡൻ റാസ്ബെറി അവാർഡുകൾ പ്രഖ്യാപിക്കുക. 2010 ഓസ്കാർ അവാർഡ് പ്രഖ്യാപനത്തിന് തൊട്ട് തലേ ദിവസം ഗോൾഡൻ റാസ്ബെറി അവാർഡ് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചത് സാൻഡ്ര ആനറ്റ് ബുള്ളോക്കിനാണ്. അതായത് ഓൾ അബൌട്ട് സ്റ്റീവ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഏറ്റവും മോശമായ അഭിനയത്തിനാണ് സാൻഡ്രയ്ക്ക് ഈ അവാർഡ് അവർ പ്രഖ്യാപിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേന്ന് തന്നെ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും മികച്ച അഭിനയത്തിനുള്ള അവാർഡും സാൻഡ്ര ബുള്ളോക്കിന് തന്നെ പ്രഖ്യാപിച്ചു. അത് ദ ബ്ലൈൻഡ് സൈഡ് എന്ന് പറയുന്ന ചിത്രത്തിലെ തകർപ്പൻ അഭിനയത്തിനായിരുന്നു. സ്വാഭാവികമായും ലോകത്തിലുള്ള ഒരുമാതിരി സിനിമാ പ്രേമികൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കെല്ലാം ആകാംക്ഷയുണ്ടായിരുന്നു. ഈ 2 അവാർഡുകളും തലേന്നും പിറ്റേന്നുമായി ഒരാൾക്ക് തന്നെ കിട്ടുമ്പോൾ ആ ആളിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയണമെന്ന്. അങ്ങനെ തന്നെ അവരൊക്കെ സാൻഡ്രയെ സമീപിച്ചു. അവർ വളരെ ശാന്തമായി പക്വതയോടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഏറ്റവും മികച്ച അഭിനയത്തിനുള്ള ഈ ഓസ്കാർ അവാർഡും ഏറ്റവും മോശം പ്രകടനത്തിന് ലഭിച്ച ഈ ഗോൾഡൻ റാസ്ബെറി അവാർഡും രണ്ടും ഞാൻ എൻ്റെ സ്വീകരണ മുറിയിലെ ഷോക്കേസിൽ തന്നെ അടുത്തടുത്തായി വയ്ക്കും. ഇത് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് വലിയൊരു പാഠമാണ്. അതായത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ, ഏറ്റവും മികച്ച രീതിയിൽ കഴിവുകൾ പുറത്തെടുത്താൽ നല്ല രീതിയിൽ അംഗീകാരം ലഭിക്കുമെന്നും ഫലപ്രദമായ ജീവിതം കെട്ടിപ്പടുക്കാമെന്നും, അലസത കാണിച്ചാൽ, അശ്രദ്ധ കാണിച്ചാൽ, അല്ലെങ്കിൽ അത്രയൊന്നും ഗൗരവത്തോടെ താൻ ചെയ്യുന്ന കാര്യങ്ങളെ സമീപിക്കാതെ ഇരുന്നാൽ ഇതുപോലെ മോശമായ പ്രകടനത്തിനുള്ള അംഗീകാരങ്ങളായിരിക്കും ലഭിക്കുക എന്നതും എന്നെ ഓർമ്മപ്പെടുത്തി തരുന്ന വിലയേറിയ പാഠങ്ങളാണ് ഈ 2 അവാർഡുകളും. അത് എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും മുതൽക്കൂട്ടായിരിക്കും. ഇതിനെ 2നെയും ഞാൻ അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു എന്നായിരുന്നു അവരുടെ പക്വതയേറിയ ആ പ്രതികരണം. പ്രിയപ്പെട്ടവരെ, മികവ് അതുകൊണ്ട് തന്നെ ക്ഷിപ്രസാധ്യമല്ല. പെട്ടെന്നൊന്നും മികവുറ്റ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ മികവിലേക്കും പൂർണ്ണതയിലേക്കും നമുക്ക് സാവധാനം അടിവച്ച് മുന്നേറാൻ സാധിക്കും. അതിന് നാം ആത്മാർത്ഥമായി ശ്രമിക്കുക തന്നെ വേണം. വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഉയർന്ന താരപദവിയിൽ ഇരിക്കുന്നവർക്കും ഒത്തിരിയേറെ നേട്ടങ്ങൾ നേടി ഉയർന്ന പദവികളിൽ വിലസുന്നവർക്കുമൊക്കെ വീഴ്ചയുടെയും തകർച്ചയുടെയും ധാരാളം കഥകൾ പറയാനുണ്ടാവും. തിരിച്ചടികളുടെ കഥകളുണ്ടാവും, ആരും കാണാതെ കണ്ണീർ വാർത്തതിൻ്റെ കഥകളുണ്ടാവും. പക്ഷേ പരാജയങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് മുന്നേറിയവരാവാം അവരിൽ പലരും. അതുകൊണ്ട് തന്നെ
പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും വേണം. നമ്മുടെ ഓരോ ദിവസത്തെയും ശ്രദ്ധയോടെ തന്നെ നാം കൈകാര്യം ചെയ്യുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ വിവേകത്തോടെ വിലയിരുത്തി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ നാം അങ്ങേയറ്റം ശ്രദ്ധിച്ചേ മതിയാവൂ. വീഴ്ചയുടെ ആഴം തിരിച്ചുവരവിൻ്റെ വേഗതയെ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിലും കാര്യമുണ്ട്. അതായത് ഒത്തിരി ഉയരങ്ങളിൽ നിന്നും വീണാൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ അല്പം സാവകാശം വേണ്ടിവരും. സാൻഡ്ര ആനറ്റ് ബുള്ളോക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഓസ്കറിൽ നിന്നും റാസ്ബെറിയിലേക്കുള്ള വീഴ്ച ഭയാനകമാണ്. അതേസമയം റാസ്ബെറിയിൽ നിന്നും ഓസ്കറിലേക്കുള്ള കയറ്റം എന്ന് പറയുന്നത് പ്രചോദനമാണ്. ആദ്യത്തേത് അപമാനവും രണ്ടാമത്തേത് പ്രചോദനവുമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉയർന്ന പദവിയിലെത്തുമ്പോൾ അവിടെ തന്നെ നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതിന് നാം എത്ര അധികമായി എത്ര കൂടുതലായി ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നതും കൂടെ നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, ഈ മികവെന്ന് പറയുന്നത് അത്ര വേഗം നമുക്ക് സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യവുമല്ല എന്ന്. ഒരിടത്തൊരു പക്ഷി വളർത്തൽ ഹോബിയാക്കിയ രാജാവുണ്ടായിരുന്നു. രാജാവിന് ലോകത്തുള്ള ഒരുമാതിരി എല്ലാത്തരം പക്ഷികളെയും വളർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഹോബിയായിരുന്നു എന്ന് തന്നെയല്ല, കൊട്ടാര വളപ്പിൽ പലതരത്തിലുള്ള പക്ഷികളുമുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന് ഇതേവരെ ആരും കാണാത്ത ഒത്തിരിയേറെ വർണ്ണ തൂവലുകളുള്ള ഒരു പക്ഷിയുടെ ചിത്രം ചിത്രകാരന്മാരെ കൊണ്ട് വരപ്പിക്കണം എന്നൊരാഗ്രഹം തോന്നി. രാജ്യത്തെ പല ചിത്രകാരന്മാരെയും വിളിച്ചു. ഇതേവരെ ആരും കാണാത്ത ബഹുവർണ്ണ പക്ഷിയുടെ ചിത്രം വരയ്ക്കുക അസാധ്യമാണ് എന്നൊക്കെ പറഞ്ഞു പലരും പിൻവാങ്ങി. അവസാനം ഒരു ചിത്രകാരൻ സമ്മതിച്ചു. അദ്ദേഹത്തെ കൊട്ടാര വളപ്പിൽ തന്നെ ഒരു മുറിയൊക്കെ സൗകര്യമായി കൊടുത്ത് താമസിപ്പിച്ചു. ഓരോ ദിവസവും രാജാവ് ചോദിക്കും, ഉലാത്താൻ ഇറങ്ങുമ്പോൾ ചോദിക്കും, എന്തായി ചിത്രം വരാം? ചിത്രകാരൻ പറഞ്ഞു, പുരോഗമിക്കുന്നുണ്ട്. മാസങ്ങളെടുത്തപ്പോൾ രാജാവ് രഹസ്യത്തിൽ തൻ്റെ ചാരന്മാരെ ഈ ചിത്രകാരൻ താമസിക്കുന്ന മുറിയുടെ പരിസരത്തേക്കൊക്കെ വിട്ടു. അവിടെ എന്തെങ്കിലും ഇത്രയും ദിവസമായിട്ടും വരച്ചിട്ടുണ്ടോ എന്ന് നോക്കി വരണം. അവരൊക്കെ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, അവിടെ ശൂന്യമായ ക്യാൻവാസ് മാത്രമേ കാണുന്നുള്ളൂ, അവിടെ ഒന്നും വരച്ചത് കാണുന്നില്ല. രാജാവ് അക്ഷമനായി. എങ്കിലും വീണ്ടും കാത്തിരുന്നു. കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചിത്രകാരൻ രാജാവിനെ വിളിച്ചു, ഇന്ന് അങ്ങ് എൻ്റെ താമസ സ്ഥലത്തേക്ക് വരൂ, പക്ഷിയുടെ ചിത്രം തയ്യാറായിട്ടുണ്ട്. രാജാവിന് സന്തോഷമായി. പരിവാര സമേതം രാജാവ് ചിത്രകാരൻ വരച്ച ലോകത്തിലേക്കും ഭംഗിയുള്ള ഇതേവരെ ആരും കാണാത്ത ബഹുവർണ്ണ പക്ഷിയുടെ ചിത്രം കാണാൻ വേണ്ടി എത്തുകയാണ്. രാജാവ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിശയിച്ചു. കാരണം ഇപ്പോഴും അവിടെ ശൂന്യമായ ഒരു ക്യാൻവാസ് മാത്രമേ കാണുന്നുള്ളൂ. രാജാവിനെയും മന്ത്രിമാരുൾപ്പെടെയുള്ള പരിവാരങ്ങളെയും കാഴ്ചക്കാരായി ഇരുത്തിയിട്ട് നമ്മുടെ ചിത്രകാരൻ ക്യാൻവാസിലേക്ക് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഏതാണ്ട് അരമണിക്കൂറിനകം അദ്ദേഹം വളരെ അധികം ഭംഗിയുള്ള മനോഹരമായ ഒരു ബഹുവർണ്ണ പക്ഷിയുടെ ചിത്രം വരച്ചു. രാജാവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. എത്ര ഭംഗിയാണ് ഈ പക്ഷിയെ കാണാൻ വേണ്ടി! ഇതേവരെ ഇതിനെ ഈ ലോകത്ത് ആരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുമില്ല. വീണ്ടും രാജാവിനെ അത്ഭുതപ്പെടുത്തിയത് ഈ അരമണിക്കൂർ നേരം കൊണ്ട് വരയ്ക്കാനുള്ള ചിത്രത്തിന് വേണ്ടിയാണോ ഇയാൾ തന്നെ മാസങ്ങളോളം ഇങ്ങനെ അക്ഷമനായി കാത്തിരുത്തിയത്? അത് തന്നെ രാജാവ് ചിത്രകാരനോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് അരമണിക്കൂർ മതിയായിരുന്നല്ലോ ഈ ചിത്രം വരയ്ക്കാൻ, എന്തിന് ഇത്രയേറെ ദിവസങ്ങൾ എടുത്തു? അപ്പോൾ ചിത്രകാരൻ തൻ്റെ മേശ വലിപ്പ് തുറന്ന് അതിൽ നിന്നും കെട്ടുകണക്കിന് ചിത്രങ്ങൾ എടുത്ത് പുറത്തേക്കിട്ടു. അതിലേക്ക് രാജാവ് നോക്കുമ്പോൾ ഓരോ ചിത്രത്തിലും പക്ഷിയുടെ വിവിധ ഭാഗങ്ങളുടെ വിവിധ വീക്ഷണകോണിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. വാലറ്റം, ചിറകുകൾ തന്നെ, ചുണ്ടുകൾ, ശിരസ് മാത്രമായിട്ടുള്ള കഴുത്തിനോട് ചേർന്ന ഭാഗം, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളുടെ ശേഖരമായിരുന്നു പുറത്തേക്ക് എടുത്തിട്ടത്. ചിത്രകാരൻ പറഞ്ഞു, ഞാനിത് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഭാഗവും വരച്ച് ഇതിന് പൂർണ്ണത വരുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എൻ്റെ മാസങ്ങൾ നീളുന്ന അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ അരമണിക്കൂർ കൊണ്ട് അങ്ങയുടെ മുൻപിൽ എനിക്ക് ഇത്ര മികവുറ്റ ഒരു ചിത്രം വരച്ചു തീർക്കാനും അങ്ങയുടെ മുൻപിൽ കാണിക്കാനും സാധിച്ചത്. രാജാവിന് കാര്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, നമുക്കും ഇപ്പോൾ ഏറെക്കുറെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് പെട്ടെന്നൊരു ദിവസം ഏറ്റവും നല്ല ജീവിതം എനിക്ക് മികവുറ്റ രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല ബഹുമതികളും ആദരവും ഒക്കെ നേടിയെടുക്കണം എന്ന് വിചാരിച്ചാൽ അത് അസാധ്യമായ കാര്യം തന്നെയാണ്. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും
ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ കൂട്ടിവെക്കുന്ന മികവുറ്റ ദിവസങ്ങളും അല്ലെങ്കിൽ ആഴ്ചകളും മാസങ്ങളും കൂടിയല്ലേ നമ്മുടെ ആയുസ് മുഴുവൻ എത്തുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഫലപ്രാപ്തി നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള മികവുറ്റ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാനാവണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമം. എനിക്കങ്ങനെ മികച്ച പശ്ചാത്തലമൊന്നുമില്ല, എനിക്കങ്ങനെ മികച്ച കുടുംബ മഹിമയൊന്നുമില്ല, എനിക്കങ്ങനെ മികച്ച സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, കഴിവുകളോ അതും തുച്ഛമാണ് എന്നൊക്കെ പരാതിപ്പെടുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ ഒന്നോർക്കണം, അപൂർണതയിൽ സൗന്ദര്യമുണ്ട്, കുറവുകളിലും സൗന്ദര്യമുണ്ട്. ചന്ദ്രനെ വരയ്ക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നാം ആദ്യം വരയ്ക്കുക പൂർണ്ണചന്ദ്രനെ അല്ലല്ലോ. നമുക്കെപ്പോഴും നമ്മുടെ പേനാത്തുമ്പിലേക്ക് അല്ലെ പെൻസിൽ തുമ്പിലേക്ക് അല്ലെ ബ്രഷിൻ്റെ തുമ്പിലേക്ക് വരുന്നത് അപൂർണമായ ചന്ദ്രനല്ലേ. അപൂർണമായ ആ ചന്ദ്രന് എത്രയേറെ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനിലെ പാടുകളൊന്നും ഒരിക്കലും ചന്ദ്രൻ്റെ ഭംഗിയെ ഇല്ലാതാക്കുന്നില്ലല്ലോ, അത് ഭംഗി കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കും ചിന്തിക്കാൻ സാധിക്കണം, നമ്മുടെ കഴിവില്ലായ്മയിലും കുറവിലും ഒക്കെ നമുക്ക് ഭംഗിയും സൗന്ദര്യവും കണ്ടെത്താൻ സാധിക്കണം. അതിൽ തന്നെ പൂർണ്ണത കണ്ടെത്താനും നമുക്ക് സാധിക്കണം. നമ്മുടെ കുറവുകളെ അല്ലെങ്കിൽ പോരായ്മകളെ പൂർണ്ണതയിലേക്കും അല്ലെങ്കിൽ സൗന്ദര്യത്തിലേക്കും സന്തോഷത്തിലേക്കും മാറ്റിയെടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം കൂടിയാവണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കുറവുകൾ കണ്ടെത്തിയാൽ പിന്നെ ആത്മാർത്ഥമായ നമ്മുടെ തീരുമാനവും ശ്രമവും മാത്രം മതി ആ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ വേണ്ടി. ഒരിക്കൽ കടുത്ത മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ ഒരിടത്തുണ്ടായിരുന്നു. തൊഴിലിന് പോകും, പക്ഷെ കിട്ടുന്ന പണം മുഴുവൻ മദ്യപിച്ച് തീർക്കും. ആരൊക്കെ പറഞ്ഞിട്ടും മാറ്റമൊന്നുമില്ല. വീട്ടുകാരും കൂട്ടുകാരും സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒക്കെ ഉപദേശിച്ചു നോക്കി, ഒരു മാറ്റവുമില്ല. അവസാനം നാട്ടുകാരെല്ലാം വീട്ടുകാരോട് ഉപദേശിച്ചു കൊടുത്തു, ഇവനെ ഒന്ന് വിവാഹം ചെയ്യിപ്പിച്ചാൽ ഒരു പക്ഷേ മാറ്റം വന്നേക്കും. നാട്ടിലെ സമ്പ്രദായവും അങ്ങനെയാണല്ലോ. ഈ മദ്യപാനിയായ ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യിപ്പിച്ചു. എവിടെ? ഒരു മാറ്റവുമില്ല. അങ്ങനെ തന്നെ തൻ്റെ ശീലങ്ങൾ അയാൾ തുടർന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. മകനാണ്. കുട്ടി പിറന്ന അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇയാൾ അന്ന് മദ്യപാനത്തിൽ ആറാടി കുളിക്കുമായിരിക്കും, അല്ലെങ്കിൽ അയാൾ അന്ന് മദ്യത്തിൽ നിന്ന് അല്പം പോലും മോചിതനാവില്ല എന്നൊക്കെയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്ന് അയാൾ ഒരു തുള്ളി പോലും മദ്യം തൊട്ടില്ല. അമ്പരന്ന് ചോദിച്ചവരോടായി ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇന്ന് എനിക്കൊരു മകൻ പിറന്ന ദിവസമാണ്. അവൻ നോക്കുമ്പോൾ അവൻ്റെ മാതൃകയായിരിക്കണം ഞാൻ. അവനിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും എന്നിലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ശീലങ്ങളെയൊക്കെ ഞാൻ മാറ്റിമറിച്ചിരിക്കുന്നു. ഞാൻ ഇനിയും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ ജീവിതം കാഴ്ചവെക്കും. പ്രിയമുള്ളവരെ, ഇതിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ഇതിനോട് സമാനമായ പല അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. നാം ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: നമുക്ക് തിരിച്ചറിവുണ്ടായാൽ പിന്നെ നാം ആർക്കു വേണ്ടിയും കാത്തിരിക്കേണ്ട കാര്യമില്ല. ജീവിതത്തെ മികവിലേക്കും നിറവിലേക്കും കൊണ്ടുപോകാൻ നാം തന്നെ മുൻകൈ എടുത്തേ തീരൂ. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ജീവിതം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും പൂർണ്ണതയോടെ നമുക്ക് കയ്യിലേക്ക് വച്ച് തരുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണതയോടെ അതിനെ എപ്പോഴും സ്വീകരിക്കാനാവില്ല. നാം നമ്മുടേതായ ശ്രമങ്ങൾ ചേർത്ത്, നമ്മുടേതായ കൂട്ടിച്ചേർക്കലുകൾ നടത്തി, നമ്മുടേതായ തിരുത്തലുകളോടെ, നമ്മുടേതായ മനഃശക്തിയിലൂടെയും ബലത്തിലൂടെയും മികവിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഒരിക്കൽ കൂടി ഓർക്കണം, മികവെന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമേ അല്ല, പൂർണ്ണത എന്ന് പറയുന്നത് എളുപ്പത്തിൽ സംഭവിക്കുന്നതുമല്ല. പക്ഷേ സംഭവിക്കും. അതിന് കഠിനാധ്വാനം വേണം, ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം വേണം. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. അനാനോ എന്ന 6 വയസ്സുകാരിയായ ഒരു ചൈൽഡ് ആക്ടറിനെ ഉപയോഗിച്ച് നടത്തിയ ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണുന്നത്.
Anano. Έξι. Ακάχολος χορό. 너도 일어나서 이거 같다. Mure birot amiswad. Ta churchkani romatsvia. Netzkena. Glavi. Tadi sume una voda. സമ്പന്നയായ ഒരു പെൺകുട്ടിയായാണ് ആദ്യ ഭാഗത്ത് അവൾ പ്രത്യക്ഷപ്പെടുന്നത്. പല സ്ഥലങ്ങളിൽ, തെരുവുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, പാർക്കുകളിൽ എല്ലാം വളരെ കൗതുകത്തോടെയാണ് ആളുകൾ അവളെ സമീപിക്കുന്നത്. സഹാനുഭൂതിയോടെ പണം ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പോലും ആളുകൾ തയ്യാറാവുന്നു. ഏറ്റവും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമുള്ള പെരുമാറ്റമാണ് ഈ സമയത്ത് ആളുകളിൽ നിന്നും അനാനോയ്ക്ക് കിട്ടുന്നത്. എന്നാൽ രണ്ടാം ഭാഗത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വേഷവിധാനങ്ങളിലേക്ക് അനാനോയെ മാറ്റി പഴയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും അയക്കുന്നു. നേരെ വിപരീതമായ അനുഭവങ്ങളാണ് അവിടെ അനാനോയെ കാത്തിരിക്കുന്നത്. അവഗണന, തിരസ്കരണം, ആട്ടിയോടിക്കൽ, ഇങ്ങനെ ഒത്തിരി നെഗറ്റീവായ പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനാനോ പൊട്ടിക്കരയുന്നു. അവളുടെ വിഷമം കണ്ട് ആ സോഷ്യൽ എക്സ്പെരിമെൻറ്റ് അവിടെ വെച്ച് നിർത്തുകയാണ് ഉണ്ടായത്. നമ്മൾ പ്രകടിപ്പിക്കുന്ന പല നന്മകളും, നമ്മുടെ സ്നേഹവും കരുണയും ദയയും ഒക്കെ പലപ്പോഴും എത്രത്തോളം ആപേക്ഷികമാണ് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോയാണ്, ഒരു പരീക്ഷണമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഉള്ളിലെ കരുണയും ദയയുമൊക്കെ എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നറിയണമെങ്കിൽ അവഗണിക്കപ്പെടുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടുമൊക്കെയുള്ള നമ്മുടെ മനോഭാവമാണ് അളക്കേണ്ടത്. അടിസ്ഥാനപരമായി നമ്മുടെ സഹജീവി എന്ന നിലയിൽ എല്ലാ മനുഷ്യരോടും അവരുടെ വലുപ്പച്ചെറുപ്പങ്ങൾക്കും ജാതിമത വ്യത്യാസങ്ങൾക്കുമൊക്കെ ഉപരിയായി തോന്നേണ്ട ഒരു ആദരവുണ്ട്. അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും അർഹിക്കുന്ന ഒരു ആദരവ്. അത് കൊടുക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്, മറിച്ച് ഒരിക്കലും നമ്മുടെ ഔദാര്യമല്ല. താൻ അഭിനയിക്കുകയാണ് എന്നറിയാമായിരുന്നിട്ട് കൂടി അനാനോ എന്ന പെൺകുട്ടിക്ക് താൻ നേരിട്ട അവഗണനയും പരിത്യക്തതയും
താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നത്. എങ്കിൽ നിരന്തരമായി ജീവിതത്തിൽ ഇത്തരം അവഗണനകളും തിക്താനുഭവങ്ങളും അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. നമുക്ക് ചുറ്റും അനുദിന ജീവിതത്തിൽ നാം എന്നും കാണുന്നവരും എന്നാൽ അവഗണിച്ച് കടന്നു പോകുന്നവരുമായി ഒരുപാട് പേരുണ്ടാകും. ചില ചില്ലറ തൊട്ടുകൾ എറിഞ്ഞുകൊടുത്ത് നമ്മൾ മറികടന്നു പോകുന്നവരും, എൻട്രൻസുകളിൽ, പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഒക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളും, സ്ഥാപനങ്ങളുടെയും ഹോട്ടലുകളുടെയും ഒക്കെ മുൻപിൽ പ്ലക്കാർഡുകളുമായി കാത്തു നിൽക്കുന്നവരും, സ്വാഗതം ചെയ്യാനായി നിൽക്കുന്നവരും എന്ന് തുടങ്ങി ഒരു ദിവസം കണ്ടുമുട്ടുന്ന അനേകം പേർ. പക്ഷെ ഒരിക്കൽ പോലും മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനോ പരിഗണിക്കാനോ ഒന്ന് സംസാരിക്കാനോ പോലും നമ്മൾ തയ്യാറാകാത്തവർ. ഹൃദയത്തിൽ നിന്നുള്ള ഒരു പുഞ്ചിരി, ഒരു കുശലാന്വേഷണം, നന്ദിയുടെ ഒരു വാക്ക്, ഇത്രയുമൊക്കെ മതിയാകും അവർക്ക് തങ്ങളും മനുഷ്യരാണ് എന്ന തോന്നൽ ഉണ്ടാകാൻ. ഒപ്പം നമ്മുടെ ഹൃദയത്തിലെ മനുഷ്യത്വത്തെ നമുക്ക് അളക്കാനും തിരിച്ചറിയാനും. വിശുദ്ധ ആംബ്രോസീനിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ലൗകിക ബഹുമാനങ്ങളിൽ നിന്നും പ്രാപഞ്ചിക പ്രശംസകളിൽ നിന്നും അകന്നു പോവുക. അവയൊക്കെ മായയാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദി നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദി നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ.